ഇവരുടെ മകൾ ഈ ഇരിക്കുന്ന മാനസയെ ഉപയോഗിച്ചെന്നും മാനസയെ ജയനിർമ്മലയും ഭാവനയും ചേർന്ന് തടഞ്ഞു വച്ചിരിക്കുകയാണെന്നും ഭീഷണിപ്പെടുത്തി ഗർഭിണിയാക്കിയെന്നൊക്കെയാണ് പരാതി വന്നത്. പക്ഷേ സൂര്യയുടെ വീട്ടിൽ ചെന്ന് ഞാൻ നേരിട്ട് അന്വേഷിച്ചപ്പോ പരാതി വ്യാജമാണെന്ന് മനസ്സിലായി. അപ്പൊ താങ്കൾ നേരിട്ട് അന്വേഷിച്ചപ്പോൾ എന്താണ് ബോധ്യപ്പെട്ടത്? മാഡം, മാനസയുടെ മൊഴി ഞാൻ നേരിട്ട് രേഖപ്പെടുത്തിയതാണ്. ഇവര് തന്ന പരാതികളെല്ലാം ഫേക്കാണെന്ന് മാനസ തന്നെ മൊഴി തന്നിട്ടുണ്ട്. മാനസ ആ വീട്ടിൽ പൂർണ്ണ സ്വതന്ത്രമായിട്ടാണ് ജീവിക്കുന്നത്. അവരെ ആരും തന്നെ തടഞ്ഞു വെച്ചിട്ടില്ല. നിങ്ങൾ ഭാവനയുടെയും മാനസയുടെയും ട്രീറ്റ്മെന്റ് നടന്ന ഹോസ്പിറ്റലിൽ അന്വേഷിച്ചിരുന്നോ? യെസ് മാഡം. ഭാവനയ്ക്ക് അപകടം പറ്റിയപ്പോ ചികിത്സിച്ച ഡോക്ടറെ ഞാൻ നേരിട്ട് കണ്ടിരുന്നു. അവരുടെ മൊഴി ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഒരു കാര്യമില്ലാതെ ഇവരിങ്ങനൊരു പരാതി സ്വന്തം മകളെ കുറിച്ച് നൽകാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? അന്വേഷിച്ചു മാഡം.